കുറച്ച് നാളായിട്ട് എൻ്റെ മമ്മി എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് മമ്മിക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പം പാക്കൊക്കെ ചെയ്ത് മമ്മിയെ വിടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പണി പാടുന്നത്. നല്ല മഴ. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ല, വെള്ളം കയറുന്നുണ്ടെന്ന് പറഞ്ഞാൽ യൂഷ്വലി കയറുന്നൊരു കയറ്റമേ ഉള്ളല്ലോ എന്ന് കരുതി മിണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു 2018 വൈബ് തരുന്ന രീതിയിലുള്ള മഴയും ഭയങ്കരമായിട്ട് വെള്ളം കയറാൻ തുടങ്ങി. ഞാനവിടെ നിൽക്കാൻ തീരുമാനിച്ചു. മേളത്തെ ഫ്ലോറുണ്ടല്ലോ, അവിടെയൊക്കെ കയറി ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു. എങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് കടയിൽ പോയി വരുന്ന വരവ് അത് ഇച്ചിരി മുടങ്ങാനുള്ള സാധ്യത ഉണ്ട്. അവളുടെ ഭക്ഷണം, സാധനങ്ങൾ, കലക്കുന്ന പാൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് പിന്നെ 1, 2, 3 പേര് അവിടെ താമസിക്കുന്നവർ തന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിക്കോ, ഞങ്ങളിവിടെ താമസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് മമ്മി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പൊയ്ക്കോ, ഞങ്ങൾ വള്ളത്തെ കൊണ്ട് സാധനങ്ങളെല്ലാം ഇറക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെ റെഡിയാക്കി, മമ്മി റെഡിയായി, ഞാനും റെഡിയായി, പെട്ടെന്ന് പോകുന്നൊരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. വെള്ളപ്പൊക്കം എന്ന് പറയുന്നൊരു സാധനം ഒരു വർഷം മുഴുവനുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ എന്ത് ചെയ്താലാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗ്ഗം, അല്ലെങ്കിൽ ഇതിനെ ഉറപ്പ് വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗ്ഗം, നേരത്തെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്തിക്കാവുന്നതാണ്. ഒരുപാട് പേര് ചിന്തിച്ചു, അതിനനുസരിച്ച് ചെയ്യുന്നുമുണ്ട്. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇതൊരു ഭീഷണിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും എനിക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അത്രയും മുട്ട് വരെയുള്ള വെള്ളത്തിലൂടെ നടക്കാൻ ഒരു ഇച്ചിരി പേടിയുണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്തു. ബാക്കി ഉള്ള പിള്ളേർ, സംക്രാന്തിയിലെ നാട്ടിലുള്ള പിള്ളേർ മുഴുവൻ അവർ എല്ലാവരും കൂടെ വള്ളത്തേൽ, ഫൈബർ വള്ളത്തേൽ സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് അവർ കൊണ്ടുപോയി. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രം ഇച്ചിരി വെള്ളത്തിൻ്റെ എന്താണ് പറയുന്നത്, നല്ല ഒഴുക്കുള്ളൊരു ഏരിയയാണ്. അപ്പോൾ വള്ളം കൊണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തി ആ ഒഴുക്കിനെ തടഞ്ഞ് നിർത്തിയിട്ട് വേണം നമുക്ക് നടക്കാൻ. ഇല്ലെങ്കിൽ ആ ഒഴുക്ക് കാരണം ചിലർ പേടിച്ച് ചിലപ്പം വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇതൊക്കെ എന്തായാലും ഞങ്ങൾ നടന്ന് മമ്മി കാര്യം ശരിയാണ്. ഇവിടെ ഞങ്ങൾ കല്ലുപ്പാറയിലും വീടിൻ്റെ മുന്നിൽ ആറാണെന്ന് പറഞ്ഞാലും വെള്ളത്തിലൂടെ നടന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് മമ്മിക്കും ഇതൊരു പുതുമയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനിതിനോട് യൂസ്ഡാണ്. കാരണം 4 വർഷമായിട്ട് നമ്മളെ വീഡിയോയിലെല്ലാം നിങ്ങളിത് കാണുന്നുണ്ടല്ലോ. എന്തായാലും ഞങ്ങൾ കരയെത്തി, കുഞ്ഞിനെ വണ്ടിയെ കയറ്റി, മമ്മിയും കയറി, ഞാനും കയറി, ഞങ്ങളെല്ലാവരും എന്താണ് പറയുന്നത് ഇങ്ങി പോകുന്നു കല്ലുപ്പാറയ്ക്ക്. അപ്പം വണ്ടിയെ കയറ്റുന്ന സമയത്ത് പിറകെ നിന്ന് പിള്ളേർ കോമഡി അടിക്കുകയായിരുന്നു. ഇത് കുഞ്ഞിൻ്റെ ആദ്യത്തെ വെള്ളപ്പൊക്കമാണ് എന്നുള്ളത്. അവൾ വെള്ളത്തിൽ എങ്ങനെയല്ലോ ഒന്ന് ചാടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, സേഫായിട്ട് വീടെത്തിയോന്ന്. ഞങ്ങൾ കല്ലുപ്പാറ എത്തിയപ്പോൾ അവിടെയും മഴയാണ്. പക്ഷേ അവിടെ ഇത് മണിമലയാറാണ്. ഇതിങ്ങനെ ഒരുപാട് കണ്ടിങ്ങോട്ട് കയറി വരത്തില്ല, അതുകൊണ്ട് അത് പേടിക്കാനില്ല. ഇവിടെ ഞങ്ങൾ തിരിച്ചു വന്നു. കുഞ്ഞ് രാവിലെ ട്രൈപോഡ് കണ്ടപ്പം, അവൾ ഈ ട്രൈപോഡ് കാണുമ്പോൾ ഞങ്ങളെന്നും ഈ ട്രൈപോഡ് വീഡിയോ എടുക്കുന്നത് കാണുന്നതുകൊണ്ടായിരിക്കാം, അത് കണ്ടിട്ട് വല്ലാതെ കിടന്ന് അലയ്ക്കും. അപ്പോൾ അവളുടെ ആ ഒരു അല നിർത്താനും അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ട്രൈപോഡ് പേരിന് വെച്ചിട്ട് ക്യാമറ ഓണാക്കി ജസ്റ്റ് അവളെ ഒന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ മാക്സിമം അതിനകത്ത് അഭിനയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അകന്ന് നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് അവളെ തന്നെ കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുന്നോട്ട് വരികയും ചെയ്തപ്പം സേഫായോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി സേഫായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. രാവിലെ എഴുന്നേറ്റ് കുഴപ്പമൊന്നുമില്ല, ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അച്ഛ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, കാരണം അച്ഛയുടെ ഫാമിലി മുഴുവൻ അവിടെ ഉണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അച്ഛയായിരിക്കും അവിടെ ഓടി ചെല്ലേണ്ടത്. അതുകൊണ്ട് അവരെ കൂടെ സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് അച്ഛൻ പോരത്തുള്ളൂ. അവർ പിന്നെ ഓൾറെഡി വെള്ളത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും നീന്തുന്നവരും ഒക്കെ ആയതുകൊണ്ട് അവരെങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. എനിക്കും കുഴപ്പമൊന്നുമില്ല, നീന്തൽ അറിയാവുന്നതാണ്, എനിക്കും പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊരാവശ്യം വന്നാൽ, ആരെങ്കിലും ഒന്ന് വിളിക്കേണ്ടി വന്നാലൊക്കെ ചിലപ്പം സമയത്ത് ആളെത്തിയില്ലെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോകുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പം മഴയായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സംഭവം വെള്ളം കയറുന്നു എന്ന് കാണുമ്പം ഇനി കുറച്ചുകൂടെ കയറട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അങ്ങനെ ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടോട്ടേലും ഒക്കെ മാറി താമസിക്കാനുള്ള ശ്രമം നടത്തുക. അവസാന നിമിഷം വരെ നമ്മുടെ പ്രശ്നങ്ങൾ കൂട്ടുന്നിടം വരെ അവിടെ നിൽക്കാതിരിക്കുക. അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത്. അതുകൊണ്ട് സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം പറഞ്ഞ പോലെ ബൈ.